ഗുരു ഓം തത്സത്. നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം. മഹാഗുരുവിന്റെ അനുകമ്പാ ദശകം 7-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥവിചാരമാണ്. പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്രപുത്രനോ, കരുണാവാൻ നബിമുത്തുരത്നമോ. ഇത്തരത്തിൽ അനുകമ്പയുടെ നിറവായി ജീവിക്കുന്നവൻ ദൈവം തന്നെ പുരുഷാകാരം പൂണ്ടു വന്നിരിക്കുന്നതല്ലേ? അതോ ശാശ്വതമായ ധർമ്മം ദിവ്യമായൊരു മനുഷ്യരൂപം കൈക്കൊണ്ടതാണോ? ദൈവത്തിന്റെ പുത്രൻ എന്ന നിലയിൽ പവിത്രാത്മാവായി കണക്കാക്കപ്പെടുന്ന യേശു തന്നെയല്ലേ ഈ അനുകമ്പയാണ്ടവൻ? കാരുണ്യത്തിന്റെ മൂർത്തരൂപം എന്ന നിലയിൽ പ്രസിദ്ധനായ പ്രവാചകനും മുത്ത് എന്ന രത്നം പോലെ വിലയുറ്റവനുമായ നബിത്തിരുമേനി തന്നെയല്ലേ ഈ അനുകമ്പയാണ്ടവൻ? ഇതാണ് ഇതിന്റെ വാച്യാർത്ഥം. ഈ ഒരു ശ്ലോകത്തിന്റെ ആദ്യത്തെ 2 വരികളിൽ പുരുഷാകൃതി പൂണ്ട ദൈവമോ, ദൈവം പുരുഷാകാരം പൂണ്ടു വന്നിരിക്കുന്നതല്ലേ? നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, ശാശ്വതമായ ധർമ്മം ദിവ്യമായൊരു മനുഷ്യരൂപം കൈക്കൊണ്ടതാണോ? പരമേശ പവിത്രപുത്രനോ, പവിത്രാത്മാവായി കണക്കാക്കപ്പെടുന്ന ദൈവപുത്രനായ യേശു തന്നെയല്ലേ ഈ അനുകമ്പയാണ്ടവൻ? കരുണാവാൻ നബി മുത്തുരത്നമോ, കാരുണ്യത്തിന്റെ മൂർത്തിരൂപമായ പ്രവാചകൻ മുത്തു നബി തിരുമേനി തന്നെയല്ലേ ഈ അനുകമ്പയാണ്ടവൻ എന്നർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 3-ാമത്തെയും 4-ാമത്തെ വരികളിലെ യേശുദേവനെയും നബി തിരുമേനിയെയും ആണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിന് വ്യക്തതയുണ്ട്. എന്നാൽ ആദ്യത്തെ വരിയും 2-ാമത്തെ വരിയിലും പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും പ്രത്യേക വ്യക്തികളെ സൂചിപ്പിക്കുന്നതായി കണക്കാക്കുന്നതായി പലരും പല വ്യാഖ്യാനങ്ങളിലും പറയുന്നുണ്ട്. പുരുഷാകൃതി പൂണ്ട ദൈവം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ശ്രീരാമചന്ദ്രനെയാണോ എന്നും, നരദിവ്യാകൃതി പൂണ്ട ധർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീബുദ്ധ ഭഗവാനെയാണെന്നും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതില് ഈ മഹാഗുരുക്കന്മാരും പ്രവാചകന്മാരും ഒക്കെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാർ, അല്ലെങ്കിൽ ദൈവം മനുഷ്യരൂപത്തിൽ അവതരിച്ചതാണ് എന്ന് പൊതുവെ വിശ്വസിച്ചു പോരാറുണ്ട്. ആ വിശ്വാസം ശരിയായാലും തെറ്റായാലും സ്നേഹത്തിന്റെ, അരുളിന്റെ, അനുകമ്പയുടെ നിറവിൽ ജീവിക്കുന്ന മനുഷ്യരെ ഈശ്വരൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചിരിക്കുന്നതായി കണക്കാക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഗുരുകുലത്തിലെ വ്യാഖ്യാനത്തിൽ മുനിഗുരു എഴുതിയിട്ടുള്ളത്. ഈ ഒരു പരാമർശം ഏതെങ്കിലും ഒരു പ്രത്യേക അവതാരത്തെയോ മഹാപുരുഷനെയോ സൂചിപ്പിക്കുന്നതായി ഈ വരികളിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാലും വൈഷ്ണവ മതത്തിലെ ദശാവതാരങ്ങൾ, ആ ദശാവതാരങ്ങളുടെ കൂട്ടത്തില് ശ്രീരാമനാണ് വിഷ്ണു മനുഷ്യാകാരം എടുത്തതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അതിനെ അംഗീകരിക്കുന്നവർക്ക് പുരുഷോത്തമനായ ശ്രീരാമൻ തന്നെയല്ലേ ഈ അനുകമ്പയാണ്ടവൻ എന്ന അർത്ഥത്തിൽ അവർക്ക് അതിനെ മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല എന്ന് ഗുരു എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രത്യേക വ്യക്തിയെ സൂചിപ്പിക്കുന്നതായി കണക്കാക്കേണ്ടതില്ലാത്ത പരാമർശമാണ് നരദിവ്യാകൃതി പൂണ്ട ധർമ്മം എന്നത്. ധർമ്മം എന്നാൽ ധരിച്ചു നിർത്തുന്നത്, താങ്ങി നിർത്തുന്നത് എന്നൊക്കെയാണ് അർത്ഥം. ഈ പ്രപഞ്ചത്തെ, അല്ലെങ്കിൽ ഈ വിശ്വത്തെയും അതിലെ ജീവിതം എന്ന പ്രതിഭാസത്തെയും ഒക്കെ ഒരു നീക്കുപോക്കുമില്ലാതെ ഒരു വ്യവസ്ഥയോടുകൂടി താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം സകലതിനും സർവത്തിനും ആധാരമായിരിക്കുന്ന സത്യത്തിൽ നിന്ന് വേർപെടുത്തി വെക്കാനാവാത്ത ഒന്നാണ്. ആ ധർമ്മത്തെ പൂർണ്ണമായി മാനിച്ചുകൊണ്ട് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നവനായി സ്വയം കണ്ടുകൊണ്ട് ജീവിക്കുന്നവരിലാണ് അനുകമ്പ, അഥവാ അനുകമ്പ, അൻപ് ഒക്കെ സ്വാഭാവികമായിട്ട് ഇരിക്കുന്നത്. ഇത് നമ്മൾ മുൻപുള്ള ശ്ലോകത്തിൽ പഠിച്ചതാണ്. അതുകൊണ്ട് ആ ധർമ്മം തന്നെ ദിവ്യമായൊരു നരരൂപം എടുത്തതാണ് ആ അസാധാരണ മനുഷ്യൻ എന്ന് കരുതാം. അത് ഇന്ന മനുഷ്യൻ എന്നൊന്നുമില്ല. ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ആ ഗണത്തിൽ നമുക്ക് കരുതാം. പിന്നെ ബുദ്ധനെ ആ തരത്തിൽ കാണുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ ഒരു ധർമ്മരഹസ്യം കണ്ടെത്തി ജീവിതത്തെ ഒരു ധർമ്മചക്ര പ്രവർത്തനമാക്കി മാറ്റിയ മഹാപുരുഷനായിരുന്നു ശ്രീബുദ്ധ ഭഗവാൻ. അതുകൊണ്ട്
ബുദ്ധഭഗവാനെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് കരുതുന്നതിലും തെറ്റില്ല എന്ന് ഗുരു ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അനുകമ്പയുടെ നിറവായി ജീവിക്കുന്നവൻ ഈശ്വര തുല്യനാണ്. ശാശ്വതമായ ധർമ്മം, ഏകമായ സത്യത്തെ പരിപാലിച്ചു പോകുന്നവൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ പോകുന്നവനിൽ നിത്യവും സ്നേഹം കുടിയിരിക്കും. അത് സ്നേഹമായി പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക്, അപരിലേക്ക് പ്രസരിക്കും. അങ്ങനെയുള്ളവരായിരുന്നു ശ്രീബുദ്ധനും പരമേശ പവിത്ര പുത്രനായ യേശുദേവനും കരുണാവാൻ നബി പുത്തുരത്നവുമൊക്കെ, മഹാപുരുഷന്മാരൊക്കെയും. അങ്ങനെ മഹാന്മാരായി അറിയപ്പെടുന്നവരൊക്കെയും സ്നേഹം കൊണ്ട് ജീവിച്ചവരാണ്, അല്ലെങ്കിൽ ഹൃദയത്തിൽ സ്നേഹത്തെ ഉൾക്കൊണ്ട് ആ സ്നേഹത്തെ പ്രസരിപ്പിച്ചവരാണ് എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ആ ഒരു ഗുണം, അല്ലെങ്കിൽ ആ ഒരു തെളിമ നമ്മുടെ ഹൃദയത്തിലും ഉണ്ടായി ആ തെളിമയിലൂടെ ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുവും തത്സത്.